ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു ഫേമിന് പുതിയതായിട്ട് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പല മാർഗങ്ങളിലൂടെ അത് റേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് സോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് WACC എന്ന് പറയുന്നത് ചിലപ്പോൾ അത് സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇവിടെ നിലവിൽ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണോ അതിനനുസരിച്ച് തന്നെ ആയിക്കൊള്ളുന്നില്ല കമ്പനികൾ പുതിയ തരത്തിലുള്ള ഫണ്ടുകൾ കൊണ്ടുവരിക അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഫണ്ടുകൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ ആ പ്രൊപ്പോർഷൻ അതേപോലെ കീപ്പ് ചെയ്തോളുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എന്ത് പറയാം, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്തുതന്നെയാണോ ഒരു ന്യൂ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനികൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നിലവിൽ എന്താണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനേക്കാൾ ഉപരി അവർ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് റേസിങ് മെത്തേഡ് കൊണ്ടുവരിക അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക. അങ്ങനെ ഈ പുതിയതായതോ അഡീഷണൽ ആയോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്താണോ അതിനെ തന്നെയാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഈ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. മാർജിനൽ വെയ്റ്റ്സ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പ്രൊപ്പോർഷൻ വിച്ച് ന്യൂ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആർ റേസ്ഡ്. ഏതാണോ പുതിയ സോഴ്സുകളിലൂടെ നമ്മൾ ഫണ്ട് റേസ് ചെയ്ത് അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിരിക്കും എപ്പോഴും മാർജിനൽ വെയ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് പുതിയ ഫണ്ടുകൾ റേസ് ചെയ്തിരിക്കുന്നത് പല സോഴ്സിൽ നിന്നാണെന്ന് വിചാരിക്കാം. പക്ഷേ നിലവിലുള്ള പ്രൊപ്പോർഷൻ എന്താണോ, നിലവിൽ ഡെപ്റ്റ് എത്രയാണ്, നിലവിൽ ഇക്വിറ്റി എത്രയാണ്, അങ്ങനെ ആ നിലവിലുള്ള പ്രൊപ്പോർഷന് തുല്യമായിട്ട് തന്നെ അവർ പുറത്തുനിന്ന് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ WACC എന്തല്ല, അവിടെ WACC എങ്ങനെയായിരിക്കും, ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ നിലവിലൊരു സ്ട്രക്ചർ ഉണ്ട്, പിന്നെ പുതിയതായിട്ട് നമുക്ക് ഫണ്ട് വേണം. നിലവിലുള്ള സ്ട്രക്ചറിനെ പോലെ തന്നെയാണ് പുതിയതായിട്ടോ അഡീഷണൽ ആയിട്ടോ ഫണ്ട് റേസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ WACC ഏതിന് ഈക്വൽ ആയിരിക്കും, ഇവിടുത്തെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അത്രയും മനസ്സിലാക്കിയതിന് ശേഷം അവിടെ 3 മാർക്കിന് വേണമെങ്കിൽ ചോദ്യം വരാം, വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിക്കാം. പിന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്, ഇൻ ദ പാസ്റ്റ് ദ ഫേം മേ ബി യൂസിങ് സം സോഴ്സ് ഓഫ് ഫിനാൻസ് വിച്ച് മേ നോട്ട് ബി അവൈലബിൾ ടു ദ ഫേം നോ. എന്തുകൊണ്ടാണ് ചിലപ്പം ഫേമുകൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരുന്നത്? ചിലപ്പോൾ അവർക്ക് പാസ്റ്റിൽ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു